ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. മലക്കം മറിയാൻ മാത്രം ഒരു മന്ത്രി കേരളത്തിന് വേണോ? വനംവകുപ്പിൽ വിവാദങ്ങൾ ഒഴിഞ്ഞ നേരമില്ല. വനംവകുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളിൽ വന്യജീവി ആക്രമണങ്ങളിലെ മനുഷ്യക്കുരുതിയിലൊക്കെ മന്ത്രി നടത്തിയ പ്രതികരണങ്ങൾ കണ്ടിട്ടുള്ളതാണ്. വനമന്ത്രി ഇന്നലെ, വനമന്ത്രി ഇന്ന് എന്ന നിലയ്ക്ക് നടത്തുന്ന പ്രതികരണങ്ങൾ തുടർച്ചയാവുകയാണ്. വേടൻ പുലിപ്പല്ല് കോടതിയിൽ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ മന്ത്രി പിറ്റേന്ന് വിമർശനമുയർന്നപ്പോൾ സുരേഷ് ഗോപിക്കും മോഹൻലാലിനും കിട്ടുന്ന നീതി വേടനും ലഭിക്കണമെന്നായി. ഇന്നലെ വഴിക്കടവിൽ അനന്തുവിന്റെ മരണത്തോടുള്ള പ്രതികരണമാണ് ഒടുവിലെത്തിയത്. വിദ്യാർത്ഥിയുടെ മരണം വീണ് കിട്ടിയതോ അതോ ഉണ്ടാക്കിയതോ എന്ന് പറഞ്ഞ മന്ത്രി പ്രതിഷേധത്തിലെ രാഷ്ട്രീയ താൽപര്യത്തെയാണ് വിമർശിച്ചതെന്ന് ഇന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തിരുത്തെന്നാണ് വിവരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അനന്തുവിന്റെ മരണം ചർച്ചയാകുമ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ സർക്കാരിന് ബാധ്യതയാവുകയാണ്. മാപ്പുണ്ടോ മന്ത്രി എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി PM ആർഷോ, ലീഗ് പ്രതിനിധി TP അഷ്റഫ് അലി, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ N ശ്രീകുമാർ എന്നിവരാണുള്ളത്. ആദ്യം ആർഷോയിലേക്കാണ്. ആർഷോ, മന്ത്രി എ കെ ശശീന്ദ്രൻ വനമന്ത്രി സർക്കാരിനൊരു ബാധ്യതയാവുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ഉയർന്നു വന്ന് നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്ക് ആസ്പദമായ വിഷയവുമായി ബന്ധപ്പെട്ട് ആ നിലക്കൊരു അഭിപ്രായം എന്തായാലും ഞാൻ പ്രതികരിക്കുന്ന മുന്നണിയെ സംബന്ധിച്ചില്ല. ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായി. ആ വിഷയവുമായി ബന്ധപ്പെട്ട്, ആ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, അതിൽ ആ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്ത് വിനീഷ് ഒഴികെ ബാക്കി മുഴുവൻ മനുഷ്യരും അതിലങ്ങേയറ്റം വേദനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വേദനയിൽ തന്നെയാണ് ചുറ്റുമുള്ള മുഴുവൻ മനുഷ്യരും. അതിനപ്പുറത്തേക്ക് വേദനയുള്ള പ്രതികരണമാണോ മന്ത്രിയിൽ നിന്ന് വന്നത്? മുൻപിലുണ്ട്. അങ്ങനെ ഒരു വേദന പ്രകടിപ്പിച്ച പ്രതികരണമാണോ മന്ത്രിയിൽ നിന്ന് ആദ്യം വന്നത്? അല്ല, അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ആ ഒരു ദൗർഭാഗ്യകരമായ മരണത്തെ പോലും കേവലം തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി എത്രമേൽ ഹീനമായാണ് UDF ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഉൾപ്പെടെ ഇവിടെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മുൻപിൽ അനുഭവമുണ്ട്. അല്ല, മന്ത്രിയുടെ പ്രതികരണത്തിൽ ഇന്നലെ പറഞ്ഞതല്ലോ മന്ത്രി ഇന്ന് പറഞ്ഞത്. ആർഷോ, ഇതിൽ മറ്റു രാഷ്ട്രീയ നേതാക്കളും പ്രതികരിച്ചു. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ഒരു പ്രതികരണം ആദ്യം നടത്തിയത് മന്ത്രിയാണ്. അവസരം വീണ് കിട്ടിയതാണോ അതോ ഉണ്ടാക്കിയതാണോ എന്ന വാചകത്തിന്റെ അർത്ഥം എന്താണ്? ഒരു കുഞ്ഞിന്റെ മരണം അത് ഉണ്ടാക്കിയെടുത്തതാണ് എന്ന രൂപത്തിലല്ലേ അതിനെ മനസ്സിലാക്കാനാവുക? അതിൽ അദ്ദേഹം ഇന്നലെ മുഴുവൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്നേക്കായപ്പോഴേക്കും അത് മാറ്റുന്നു. അല്ല, അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രതികരണം ഈ പറഞ്ഞ ആ മരണത്തെ, ഏറ്റവും ദൗർഭാഗ്യകരമായ മരണത്തെ കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഏത് വിധത്തിലാണ് UDFും പ്രതിപക്ഷവും ഉപയോഗപ്പെടുത്തിയെന്നുള്ളത് നമ്മുടെ മുൻപിലുണ്ട്. ആ ശ്രമത്തെയാണ് അദ്ദേഹം ആ നിലയിൽ സൂചിപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മുൻപിൽ അനുഭവമുള്ളതാണല്ലോ. ഒരു സർക്കാർ സ്പോൺസേഡ് മർഡറാണ് എന്നുള്ളതായിരുന്നു ആ മരണം സംഭവിച്ച മിനിറ്റുകൾക്കുള്ളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനം നടത്തിയത്. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലായിരുന്നു? ഒരു ക്രിമിനലായ ഒരാൾ ഈ പറഞ്ഞ പോലെ പന്നിവേട്ടയ്ക്ക് വേണ്ടി കെണിയൊരുക്കി വെക്കുന്നു. ആ കെണിയിൽപ്പെട്ട അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിക്കുന്നു. ആ വിദ്യാർത്ഥിയുടെ മരണവിവരം അറിഞ്ഞ് തൊട്ടടുത്ത നിമിഷം എങ്ങനെ ആ മരണത്തെ സർക്കാരിനെതിരായിട്ടുള്ള പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റാം എന്ന് കണ്ടിവിടെ നടത്തിയിട്ടുള്ള ഒരു നിലയ്ക്കും ആത്മാർത്ഥതയില്ലാത്ത കോലാഹലങ്ങളുടെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ആ കോലാഹലങ്ങൾക്ക് ശേഷം അതിന് പ്രതിഷേധമൊന്നും വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ശുദ്ധ തോന്നിവാസമായിരുന്നു, ശുദ്ധ കോലാഹലമായിരുന്നു. ഈ നാട്ടിലെ മനുഷ്യരാകെ ആശ്രയിക്കുന്ന ആശുപത്രിയിലേക്കുള്ള വഴിയുൾപ്പെടെ തടഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള കോലാഹലം. ആ കോലാഹലങ്ങളുടെ തുടർച്ചയിൽ തൊട്ടപ്പുറത്തെ ബേക്കറിയിലുണ്ടായിരുന്ന സൽക്കാരം ഉൾപ്പെടെയുള്ളവയുടെ ദൃശ്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. ഒരാത്മാർത്ഥതയും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആ കോലാഹലത്തെ സംബന്ധിച്ച് അത് ആസൂത്രിതമാണ്. ഈ പറഞ്ഞ പോലെ അതിലൊരു പ്രതിയുണ്ട്, ഒരു മൃഗവേട്ടക്കാരനുണ്ട്. ആ മൃഗവേട്ടക്കാരന്റെ നിയമവിരുദ്ധ നീക്കമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. പക്ഷേ ആ വട്ടത്തിൽ ഒതുക്കാവുന്ന ഒരു വിഷയമായിട്ടാണോ CPM അതിനെ കാണുന്നത്? അങ്ങനെയല്ലല്ലോ. ഈ മലയോര കർഷകരുടെ പ്രശ്നമുണ്ട്. അവിടെ മൃഗങ്ങൾ കാട്ടിൽ നിന്നും നിരന്തരം ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. ആ ഭാഗത്തു നിന്ന് തന്നെ 12ഓളം കുടുംബങ്ങൾ മാറി താമസിച്ച സാഹചര്യമുണ്ട്. ഈ മൃഗവേട്ടക്കാർ അവിടെ നിർബാധം സഞ്ചരിക്കുമ്പോഴും നാട്ടുകാർ അത് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയെങ്കിലും അത് ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിനൊരു കച്ചവടമാക്കി നടക്കുന്ന നിയമവിരുദ്ധരായ ഒരു കൂട്ടർ അവിടെയുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഈ പറഞ്ഞ വിനീഷ്. അത് സമ്മതിക്കുന്നു. അവിടെ KSEB ലൈൻ ഈ തരത്തിൽ നിയമവിരുദ്ധമായി വലിച്ച് മൃഗങ്ങളെ കൊല്ലുന്ന സാഹചര്യമുണ്ട്. അതിന്മേൽ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ വീഴ്ചയുണ്ട്.
വനംവകുപ്പുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിഷയം അവിടെ നിൽക്കുന്നു. ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കുന്ന സാഹചര്യമുണ്ട്. ആ പ്രദേശം ആർഷ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ നേതാക്കളൊക്കെ തന്നെയും ആ വീട്ടിലേക്ക് പോയി കണ്ടതാണല്ലോ. എങ്ങനെയാണ് ആ വീട്ടിലേക്ക് എത്തുന്നത് എന്ന്, ആ വഴി എങ്ങനെയാണെന്ന്, ആ വീടിന് ചുറ്റുപാടും എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ അതിൽ ഈ വിനീഷ് എന്ന വ്യക്തിയിൽ ഒതുക്കിക്കൊണ്ടാണോ നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? അല്ല ശ്രുതി, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വനപ്രദേശങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലാകെ മനുഷ്യ ജീവിതത്തെ ദുഷ്കരമായി ബാധിക്കുന്നതാണ് എന്നുള്ളതിനകത്തൊരു തർക്കമില്ല. ശാശ്വതമായ പരിഹാരം അതിലുണ്ടാകണം എന്നതിൽ മറിച്ചൊരു അഭിപ്രായമുള്ള ആളാണ് സ്മൃതിയോ ഞാനോ അല്ലെങ്കിൽ ഈ പാനലിലിരിക്കുന്ന മറ്റാരെങ്കിലുമോ എന്ന് ഞാൻ കരുതുന്നില്ല. ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ പ്രസ്തുത വിഷയം ഈ പറഞ്ഞ പോലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള ഒരു മരണമല്ല എന്നുള്ളതൊന്ന്. രണ്ടാണ്. ഈ പറഞ്ഞ പോലെ അവിടെ ഒരുക്കിയിട്ടുള്ള കെണി ആ പ്രദേശത്തെ ഏതെങ്കിലും കർഷകർ വന്യജീവി ആക്രമണത്തിൽ നിന്ന് തങ്ങളുടെ കൃഷിയിടത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കെണിയല്ല, മറിച്ച് ഒരു പന്നിവേട്ടക്കാരൻ അനധികൃതമായി നിയമവിരുദ്ധമായി ഈ വേട്ട നടത്തി അതിനെ മുറിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ നടത്തിയിട്ടുള്ളൊരു ക്രൈമിൻ്റെ തുടർച്ചയിൽ ഉണ്ടായിട്ടുള്ള അപകടം, അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയം, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അത് വളരെ വലിയ പേഴ്സ്പെക്റ്റീവിൽ തന്നെ ചർച്ച ചെയ്യണം എന്നുള്ളതിനകത്ത് ഞങ്ങൾക്കൊരു തർക്കമില്ല. അത് ഈ നാടിനകത്ത് ചർച്ച ചെയ്യേണ്ടുന്നതാണ്. ശാശ്വതമായ പരിഹാരം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മനുഷ്യജീവന് ഹാനികരമാം വിധം ഇടപെടുന്ന ഈ പറഞ്ഞ ഭൂപ്രദേശത്തേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ കൊലപ്പെടുത്താൻ, അല്ല ഈ പറഞ്ഞ അവർക്കെതിരെ ആ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാവുന്ന നിലയിലേക്കുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആ നിലയ്ക്ക് രാജ്യത്തെ നിയമങ്ങൾക്കകത്ത് മാറ്റമുണ്ടാകണം എന്നുള്ളതിനകത്തൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഈ പറഞ്ഞ ഇവിടെ സ്പെസിഫിക്കായി വഴിക്കടവിൽ ഉണ്ടായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് വന്യജീവി ആക്രമണത്തിൻ്റെ തുടർച്ചയിലുണ്ടായിട്ടുള്ള ഒരു ആക്സിഡൻ്റ് അല്ല, അതിനെ ആ നിലയിലല്ല കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമാനമായ നിലയിൽ ഇതേ പ്രദേശത്ത് ഇതേ പഞ്ചായത്തിലുണ്ടായൊരു മരണം ഉണ്ടല്ലോ ഏതാനും മാസങ്ങൾക്ക് മുൻപ്, കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള റഷീദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സമാനമായൊരു സംഭവം ഉണ്ടായ ഘട്ടത്തിൽ ഈ പറഞ്ഞ UDFൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വത്തെയും ആ വീടിൻ്റെ പരിസരത്തേക്ക് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. സമാനമായ നിലയിലൊരു പ്രതിഷേധം വളരെ സ്പോണ്ടേനിയസായി ഉണ്ടായി വന്നൊരു പ്രതിഷേധമായിരുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു പ്രതിഷേധത്തെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളാണ് പ്രതിപക്ഷത്തിരുന്നതെങ്കിൽ ഇങ്ങനെയൊരു വാർത്ത കേട്ടാൽ ഇന്ന് പ്രതിഷേധിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുക്കുമായിരുന്നു. നിങ്ങൾ പ്രതിഷേധത്തിനെടുത്ത സമയം, അതിനെടുത്ത വേഗത്തെയാണോ വിമർശിക്കുന്നത്? അല്ല സ്മൃതി, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടിനകത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ സ്വാഭാവിക പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതിനകത്തൊരു തർക്കമില്ല. അങ്ങനെ സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്, ഇതിനു മുൻപും ഉണ്ടാകുകയും ചെയ്യും. ഞാൻ ചോദിക്കുന്നത് സമാനമായൊരു വിഷയം വഴിക്കടവിൽ ഇതിനു മുൻപ് മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർന്നു വന്നില്ല. ഇവിടെ പ്രതിഷേധം ഉയർത്തുന്നതിലല്ല, ആ പ്രതിഷേധം ഏത് ടൈറ്റിലിനകത്ത് കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ ഇവർ ശ്രമിച്ചത് സർക്കാർ സ്പോൺസേർഡ് മർഡറാണ്. എന്തടിസ്ഥാനത്തിൽ, എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഒരു പന്നി കച്ചവടക്കാരൻ, ഒരു പന്നിവേട്ടക്കാരൻ കള്ളക്കണി വെച്ച് ഈ പറഞ്ഞ ഒരു ജീവൻ കവർന്നതിനെ സർക്കാർ സ്പോൺസേർഡ് മർഡർ എന്ന ടൈറ്റിലോടുകൂടി ഇവർ ഉയർത്തിക്കൊണ്ടുവന്നത് കേവല തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി മാത്രം ഉണ്ടായ ഒരു ശ്രമമാണ്. അതിനകത്ത് ആത്മാർത്ഥതല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അതിന്റെ തുടർച്ചയിൽ തന്നെ ജ്യോതികുമാർ ചാമക്കാലയുടെ സൽക്കാരം. നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം TP അഷ്റഫ് അലി, അതാണ് ഒരു പ്രതിഷേധം വളരെ സംഘടിപ്പിക്കുന്നു. ആ പ്രതിഷേധത്തിന്റെ ഒടുവിൽ ഞങ്ങൾ അതിനുശേഷം വിശ്രമിക്കുന്നു എന്ന മട്ടിൽ അല്പം ചിരിയോടുകൂടി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. സർക്കാർ സ്പോൺസർഡ് മർഡർ എന്ന പ്രയോഗം നടത്തുന്നു. അതാണ് ഇപ്പോൾ സർക്കാരിനെ ചൊടിപ്പിക്കുന്നത്. വനം മന്ത്രിയുടെ പ്രസ്താവനകൾ ഒരു വശത്ത് അവിടെ നിൽക്കുന്നു. അതിലപ്പുറമാണ് നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിലുള്ള ശ്രമം എന്നുള്ളതാണ് ആരോപണം. ഒന്ന്, നേരത്തെ കടുവ പാതി തിന്ന നിലയിൽ കണ്ടെത്തിയ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ മരണത്തിൽ നിങ്ങൾ എന്ത് പ്രതിഷേധിച്ചു? അന്ന് ഈ കണ്ടില്ലല്ലോ പ്രതിഷേധം എന്നുള്ളതാണ് സർക്കാരിന്റെ ചോദ്യം, അല്ലെങ്കിൽ CPMന്റെ ചോദ്യം. സർക്കാർ സ്പോൺസേർഡാണ് ഈ കൊലപാതകം എന്ന് പറയാനുള്ള കാരണം, ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ അനന്തുവിൻ്റെ കൂടെ അക്രമത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ആക്സിഡൻറ്റിൽപ്പെട്ട ഷാനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അമ്മ രജനി ഈ നാട്ടിലെ മാധ്യമങ്ങളോട് പറഞ്ഞതുണ്ട്. 2 മാസം മുമ്പ് ഉണ്ടായ അപകടത്തിൽ അതിനുശേഷം പരാതികൾ നൽകിയിട്ടുണ്ട്. KSEBയിൽ ഫോൺ വഴി പരാതി നൽകിയിട്ടുണ്ട്, എഴുതി പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ
യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തില്ല. അതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ അനന്തുവിൻ്റെ മരണം എന്ന് അവർ പറയുമ്പോൾ ഇത് സർക്കാരിൻ്റെ അനാസ്ഥ മൂലമല്ലേ? സർക്കാരിൻ്റെ അനാസ്ഥ മൂലമുള്ള, സർക്കാർ കുറ്റക്കാരായിട്ടുള്ള, സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ കുറവുകൾ മൂലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ദുർമരണങ്ങൾക്ക്, ആക്സിഡൻറ്റുകൾക്ക് പിന്നെ സർക്കാർ അല്ലാതെ ആരാണ് ഉത്തരവാദി? ഇപ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് തുടർന്ന് പറഞ്ഞ വനമന്ത്രിയുടെ പ്രസ്താവന ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ്. എന്താണ് ഗൂഢാലോചന എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവിടെ ഒരു കുരുന്നു പയ്യനെ, ഒരു 10ാം ക്ലാസ്സുകാരനെ കൊണ്ടുപോയി കുരുതിക്ക് കൊടുത്തു എന്നാണോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ഇന്നലെയും ഇന്നുമായി അവിടെ വന്നിട്ടുള്ള നേതാക്കന്മാരുടെ മുഴുവനും, ആ പ്രദേശത്തെ മനുഷ്യർ മുഴുവനും പറഞ്ഞ കാര്യമുണ്ട്. എന്താണ്? നിരന്തരമായി വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് ഇതുപോലെ പന്നിയെ പിടിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. അതിന് ഈ വൈദ്യുതി ലൈനിനെ കേബിൾ ചെയ്യുന്നതിന് വേണ്ടി, അതിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആധുനികമായ സംവിധാനങ്ങൾ ഉണ്ടാകണം. 1 കിലോമീറ്റർ ദൂരത്തിൽ വൈദ്യുതി ലൈൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വൈദ്യുതി മോഷ്ടിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുവഴി വൈദ്യുതി വകുപ്പിനും ലാഭമുണ്ടാകും, ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഈ രീതിയിലുള്ള ആവശ്യങ്ങൾ നിരന്തരമായി ഉന്നയിക്കുമ്പോൾ അതിൽ നടപടിയെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ സംഭവം, ദാരുണമായ ഈ സംഭവം ഉണ്ടായി, അതിനുശേഷം അത്തരം വിഷയങ്ങളിൽ നടപടിയെടുക്കുമെന്ന് ആർജവത്തോടെ ഒരു വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രി ഇത്തരത്തിലുള്ള പന്നിവേട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്തത്തിനോട് സംസാരിച്ചിട്ടുണ്ടോ? ഈ കുടുംബത്തിന് മാന്യമായ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരിപ്പോഴും UDFൻ്റെ പ്രതിഷേധത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഇവരതിനെ ഇങ്ങനെ കിടന്ന് ചർച്ചയിൽ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യം വനമന്ത്രിയുടെ പിന്നാലെ പോകുന്ന, വനമന്ത്രിയെ ന്യായീകരിക്കുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്തയും അതുപോലെ തന്നെ CPMൻ്റെ പ്രതിനിധികളുടെ ചർച്ചയിൽ വരുന്ന അവരുടെ പ്രതികരണങ്ങളൊക്കെയാണ്. അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ ഇത് വിലയിരുത്താൻ ഒരുക്കമാണ്. എത്രയെത്ര അനുഭവങ്ങൾ നിലമ്പൂരിലും പ്രത്യേകിച്ചും ഈ വയനാട് മേഖലയിലും കണ്ണൂർ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ ജനങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം നടത്താനോ, ഒരു നടപടി എടുക്കാനോ, തുടർന്ന് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്ന മറ്റു പ്രവർത്തികളിൽ നടത്താനോ ഈ വനംവകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? ആറളത്ത് ഇതുപോലെ ആനയുടെ ആക്രമണം മൂലം മരണപ്പെട്ട മനുഷ്യരുടെ ശവശരീരവുമായി 6 മണിക്കൂർ റോഡിൽ ഉപരോധിച്ചതിന് ശേഷമല്ലേ വനംവകുപ്പ് മന്ത്രി അവിടെ എത്തിയത്? മാനന്തവാടിയിൽ കടുവ പിടിച്ചു കൊന്നതിന് ശേഷം വനംവകുപ്പ് മന്ത്രി കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ടുപാടുകയായിരുന്നില്ലേ? ഇതല്ലേ ഇവരുടെ ഇതിനോടുള്ള നിലപാട്? എന്ത് അടിസ്ഥാനപരമായി ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ വനംവകുപ്പ് നടപടിയെടുത്തു? 2023-ലും 24-ലും ഈ വനംവകുപ്പിൻ്റെ ഭാഗമായി സോളാർ ഫെൻസിങ്, റെയിൽവേ വേലി, കമ്പിവേലി തുടങ്ങി വിവിധങ്ങളായി വനം പ്രദേശത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് 0 രൂപയാണ് ഇവർ ചിലവഴിച്ചിട്ടുള്ളത്. AP അനിൽകുമാർ MLA കേരളത്തിൻ്റെ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ലഭിച്ചിട്ടുള്ള മറുപടി അങ്ങനെയാണ്. ഈ വിധത്തിലാണ് ഇവരുടെ നയങ്ങളും നിലപാടുകളും ഉള്ളത്. കേരളത്തിൻ്റെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ആധുനികമായ എന്ത് സംവിധാനമാണ് ഈ വനംവകുപ്പ് നൽകിയിട്ടുള്ളത്? ഒരു തരത്തിലുള്ള ഒരു വനംവകുപ്പ് നൽകിയിട്ടില്ല. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, കരുവാരകുണ്ടിൽ നിന്ന് കടുവ മനുഷ്യനെ ആക്രമിച്ചു. അത് പിടിക്കുന്നതിന് വേണ്ടി അവിടെ കെണിവെച്ചതിൽ കെണിയിൽ കുടുങ്ങിയത് പുലിയാണ്. ആ പുലിയെ പിന്നീട് 18 കിലോമീറ്റർ അപ്പുറത്ത് കരുളായി വനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. പുലിയും കടുവയും പോലെയുള്ള വന്യജീവികൾ ഒറ്റ ഓട്ടത്തിൽ 35 കിലോമീറ്റർ ഓടുമെന്നാണ് പറയുന്നത്. വനംവകുപ്പിലെ ആളുകൾ തന്നെ പറയുന്നതാണ്. ഇങ്ങനെ ഉണ്ടായിരിക്കെ ഇതിനെ ഒന്നും തന്നെ ശാസ്ത്രീയമായി ഒരു പ്രൊട്ടക്ഷൻ നൽകാനോ, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനോ ഇവർക്ക് സാധിക്കാതെ ഇവരെ ഈ വനം മന്ത്രിയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനവും പറയുന്ന കാര്യത്തിന് വന്നുകൊണ്ട് ഇങ്ങനെ ഓശാന പാടുന്നത് നാണമില്ലേ എന്നാണ് എനിക്ക് ഇവരോട് ചോദിക്കാറുള്ളത്. സ്മൃതി ചോദിച്ചല്ലോ, നിങ്ങളാണെങ്കിൽ പ്രതികരിക്കില്ലേ എന്ന്. DYFIയും CPMഉം അവർ പ്രതിപക്ഷത്താണെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അവർ കേരളത്തിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ 4-1 പ്രതിഷേധം സംഭവിച്ചിട്ടുണ്ടോ? എന്നിട്ട് ആ പ്രതിഷേധത്തെ പോലും നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മടിയിൽ കനമുണ്ട്. നിങ്ങൾ കുറ്റക്കാരാണ്. കുറ്റക്കാരായ ആളുകൾക്ക് നേരെ ജനം വിരൽ ചൂണ്ടുമ്പോൾ ഭയപ്പാടുണ്ടാകും. ആ ഭയപ്പാടാണ് വനംവകുപ്പ് മന്ത്രിയുടെ വാക്കുകളിലുള്ളത്. ആ ഭയപ്പാടാണ് ഇവിടെ CPM പ്രതിനിധി ഈ ചർച്ചയിൽ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇതിപ്പോൾ ഈ കാട്ടുപന്നിയുമായി ബന്ധപ്പെട്ട് അതിനെ കെണിവെച്ച് നിയമവിരുദ്ധമായി പിടികൂടി അതിനിടയിൽ ഒരു കുഞ്ഞു മരിച്ച സാഹചര്യമാണല്ലോ. ഇപ്പോൾ കാട്ടുപന്നി ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്രം തള്ളിയെന്ന വാർത്തയാണ് ഇന്നുള്ളത്. കുരങ്ങും ആനയും കടുവയും സംരക്ഷിത പട്ടികയിൽ തുടരുമെന്നു കൂടിയാണ് വനം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അപ്പോൾ ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ എങ്ങനെയാണ് സംസ്ഥാനത്തിന് കൊല്ലാനാവുക? നോക്കൂ ശ്രീമതി സ്മൃതി,
കഴിഞ്ഞ വർഷം കേരളത്തിൽ 2600 കാട്ടുപന്നികളെയാണ് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സ്വൈര ജീവിതത്തിനും വിഘാതം സൃഷ്ടിക്കുന്നതാണെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊന്നിട്ടുള്ളത്. 2600 കാട്ടുപന്നികളെ. ഒരു കേന്ദ്ര നിയമവും ഇതിന് തടസ്സം നിന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച, ഈ ഒരാഴ്ച തന്നെ നമ്മുടെ അമരമ്പലം പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ 24 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്ന് ആ പന്നികളുടെ ശവശരീരത്തിനൊപ്പം പ്രസിഡന്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കേരളത്തിൽ നിലവിലെ നിയമപ്രകാരം കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ യാതൊരു തടസ്സവുമില്ല. ഒരു കേന്ദ്ര നിയമവും അതിന് വിഘാതം സൃഷ്ടിക്കുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞത്. കേന്ദ്രമന്ത്രിയുടെ വെറും 10 മിനിറ്റ് മാത്രം നീണ്ട പത്രസമ്മേളനം കണ്ട ആളാണ് ഞാൻ. അദ്ദേഹം ആദ്യം ഇംഗ്ലീഷിലും പിന്നീട് ഹിന്ദിയിലും അത് പറഞ്ഞിട്ടും തൃപ്തി തരാത്തതുകൊണ്ട് വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ മലയാളിയായിട്ടൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അത് മലയാളത്തിൽ കൂടി വിശദീകരിപ്പിച്ചു. അതിനുശേഷവും അവിടെ ഉണ്ടായിരുന്ന 10-15 മാധ്യമങ്ങളിൽ ബാക്കി എല്ലാവരും ശരിക്കും വാർത്ത കൊടുത്തപ്പോഴും 2 പേര് മാത്രം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യം കേന്ദ്രം തള്ളി എന്ന മട്ടിൽ, സംസ്ഥാനത്തിനെതിരായിട്ടുള്ള ഒരു നീക്കം എന്ന മട്ടിലാണത് വാർത്ത കൊടുത്തത്. യഥാർത്ഥത്തിൽ എന്താണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്? കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി, അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ 62 പ്രകാരം ക്ഷുദ്രജീവിയായി അല്ലെങ്കിൽ വെർമിനായി പ്രഖ്യാപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതില്ലാതെ തന്നെ സംസ്ഥാനത്തിന് പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിൽ തന്നെ മനുഷ്യൻ്റെ സ്വത്തിനോ ജീവനോ സ്വൈര ജീവിതത്തിനോ തടസ്സം നിൽക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ സാധിക്കും. നിയമത്തിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിൽ ഒരുപാട് നൂലാമാലകളുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയുന്നത്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇതാ കാട്ടുപന്നിയെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് കൊല്ലാൻ പറ്റില്ലെന്നേ. അതിൽ ഒരുപാട് നൂലാമാലകളുണ്ട്. അതുകൊണ്ടാണ് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത്. ഒരു നൂലാമാല ഇല്ല എന്നുള്ളതാണ് സത്യം. എന്ന് എനിക്ക് 2 മിനിറ്റ് മാത്രം തരികയാണെങ്കിൽ ഞാനത് പറയാം. ഒന്ന്, നിയമത്തിൽ എന്താണ് പ്രൊവിഷൻ? നിയമത്തിൽ സെക്ഷൻ 11(1)(b) പ്രകാരം ഏത് ജീവിയും, അത് കാട്ടുപന്നി മാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ടുള്ള കടുവ അല്ലെങ്കിൽ ആന അല്ലെങ്കിൽ സിംഹം, ഏത് ജീവി ആയിക്കോട്ടെ, ഷെഡ്യൂൾ 1-ലോ ഷെഡ്യൂൾ 2-ലോ പെടുന്ന ഏത് ജീവിയാണെങ്കിലും മനുഷ്യൻ്റെ സ്വത്തിനോ ജീവനോ സ്വൈര ജീവിതത്തിനോ തടസ്സം സൃഷ്ടിക്കുന്നതാണെങ്കിൽ ചീഫ് വാർഡൻ ഓഫ് വൈൽഡ് ലൈഫ്, CWW, ചീഫ് വാർഡൻ ഓഫ് വൈൽഡ് ലൈഫിന് അത് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജീവികളെ കൊല്ലാനോ മെരുക്കാനോ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനോ സാധിക്കും, കള്ള് ചെയ്യാൻ വരെ സാധിക്കും എന്നുള്ളതാണ് പ്രൊവിഷൻ. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ പോലും ഉത്തരവിൻ്റെ ആവശ്യമില്ല. കാരണം 2021 കേരള ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം കാട്ടുപന്നികൾ ക്ഷുദ്രജീവികളുടെ സമാന സ്വഭാവത്തിൽ പരിഗണിക്കണമെന്നും അതുകൊണ്ട് തന്നെ ഇവർ കൃഷിനാശം വരുത്തുന്നതുകൊണ്ട് ഇവരെ വെർമിനായി പരിഗണിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലാമെന്നും കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്. 2021 വിധിയുണ്ട്. ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇത്രയേറെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിട്ടുള്ളത്. 2022 മാർച്ചിൽ കേരള സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് പ്രകാരം ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ 4 പ്രകാരം പഞ്ചായത്ത് സമിതികൾക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അതായത് പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, കോർപ്പറേഷനിലാണെങ്കിൽ മേയർ എന്നിവർക്ക് ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ്റെ സമാനമായിട്ടുള്ള സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പ്രാദേശിക സമിതികൾ ഈ മേഖലയിൽ ഇന്ന ജീവി പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോ അവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയർമാനോ അവിടുത്തെ കോർപ്പറേഷൻ്റെ മേയർക്കോ അതിനെ ഹോണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന രീതിയിൽ വെടിവെച്ച് കൊല്ലാൻ നിർദ്ദേശിക്കാം. അങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന ആളുകൾക്ക് പഞ്ചായത്ത് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന പന്നികളുടെ ശവശരീരം സംസ്കരിക്കാൻ ഓരോ പഞ്ചായത്തും 2000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഹൈക്കോടതി വിധിയുണ്ട്. കേരള സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സമിതികൾ വെച്ചിട്ട് ഓണററി വൈൽഡ് ലൈഫ് വാർഡന്മാരെ നിയമിച്ചിട്ടുണ്ട്. കേന്ദ്ര നിയമത്തിൽ തന്നെ സെക്ഷൻ 11(1)(b) പ്രകാരം ഇത്തരം ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന സർക്കാരിന് കീഴിലാണ്. ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനല്ല, അദ്ദേഹം സംസ്ഥാനത്തിന് കീഴിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇവിടെ നിയമപരമായ ഒരു തടസ്സമേ ഇല്ല. അങ്ങനെയാണല്ലോ നമ്മൾ 2600 കാട്ടുപന്നികളെ വെടിവെച്ച് വന്നത്. അങ്ങനെയാണല്ലോ ഈ ആഴ്ച 24 പന്നികളെ വെടിവെച്ച് വന്നത്. ഈ വിഷയം കാട്ടുപന്നിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. അവിടെ ഒരു വന്യജീവി ആക്രമണത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നാട്ടുകാർ ഒരു വൈദ്യുതി കെടി ഉണ്ടാക്കിയതല്ല. ഇത് മൃഗവേട്ടയും മാംസവിൽപ്പനയുമാണ് ഇവിടുത്തെ വിഷയം. അത് പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സംസ്ഥാന പോലീസിനും വൈദ്യുതി മോഷണം തടയേണ്ട ഉത്തരവാദിത്വം KCBക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനുമായിരുന്നു. ഈ ആളുകളൊന്നും അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ കേന്ദ്ര സർക്കാരിനെ പഴി പറയുന്നതിന് യാതൊരു ന്യായവും ഇല്ല എന്നുള്ളതാണ്. വനം മന്ത്രി നടത്തിയ പ്രതികരണത്തിൽ എന്താണ് BJPയുടെ നിലപാട്?
അത് ഞാൻ ഇന്നലെ തന്നെ അതിനോട് പ്രതികരിച്ച് ഞാൻ പറഞ്ഞിരുന്നു. വനമന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണം തീരെ ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അതിന് പിന്നിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അപകടം സംഭവിച്ചതാണോ അത് ആരെങ്കിലും ബോധപൂർവം സൃഷ്ടിച്ചതാണോ എന്നതാണ് അന്വേഷിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് വളരെ തരം താഴ്ന്ന രാഷ്ട്രീയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗൂഢാലോചന സിദ്ധാന്തം അതിനെ ഇന്ന് CPI തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ശ്രീകുമാറിലേക്ക് വരാം. അതിന് ഈ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രതിവാദങ്ങൾ അവിടെ നടക്കുമ്പോൾ അത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആവേശമാണ് UDF കാണിച്ചത് എന്നുള്ളതാണ് CPMന്റെ ഒരു ആരോപണം. വനമന്ത്രി ഇന്നലെ നടത്തിയ പ്രതികരണം ഗൂഢാലോചന സിദ്ധാന്തം അദ്ദേഹം ഇന്നായപ്പോഴേക്കും മാറ്റുകയാണ്. പക്ഷേ അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ രാഷ്ട്രീയമായി ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് LDFന്റെ പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞു. നോക്കൂ സ്മൃതി, ഈ വിഷയാധിഷ്ഠിത നിലപാടെടുക്കുന്നതിൽ CPMന് കുറേ കാലമായിട്ട് അടിതെറ്റുന്നുണ്ട്. അത് ഉപതെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലുമുണ്ട്. ഇപ്പോൾ മതേതര കാര്യത്തിലാണെങ്കിലും ഗവർണർ വിഷയത്തിലാണെങ്കിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പുതുപ്പള്ളി ഒഴിച്ച് തൃക്കാക്കരയിലും അതുപോലെ പാലക്കാടും ഒക്കെ അവരെടുത്ത നിലപാടുകളുണ്ട്. അതായത് തൃക്കാക്കരയിലൊരു വീഡിയോ, പാലക്കാടൊരു പെട്ടി, ഇപ്പോൾ നിലമ്പൂരെത്തിയപ്പോൾ ഈ ഒരു കെണിയെക്കുറിച്ചുള്ളത്. അപ്പോൾ ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ ആ നിലപാട് പരാജയമാണെന്ന് അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നെന്തായാലും CPMന്റെ പ്രതികരണം വളരെ തണുത്ത മട്ടിലായിരുന്നു. കാരണം ഇന്നലെ പാർട്ടി സെക്രട്ടറിയാണ് മന്ത്രി ശശീന്ദ്രൻ്റെ നിലപാടുകളോട് ഏതാണ്ട് യോജിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. പക്ഷേ സാധാരണഗതിയിൽ CPMന്റെ വരാറുള്ള നേതാക്കളെയൊന്നും പിന്നീട് നമ്മൾ കണ്ടില്ല. ഞാനിന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വനമന്ത്രിയോട് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ശ്രീകുമാർ. അതിനുശേഷമായിരിക്കണം ഇന്നിപ്പോൾ നിലപാട് മാറ്റിയത്. അല്ല, മുഖ്യമന്ത്രിയുടെ പ്രതികരണം ജനങ്ങൾക്ക് അറിയണമല്ലോ. ഇപ്പോൾ വനമന്ത്രിയോട് മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചു എന്ന് നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു. അത് നിഷേധിക്കാത്തിടത്തോളം കാലം അത് ശരിയായിരിക്കാം. പക്ഷേ അങ്ങനെ അതൃപ്തി പ്രകടിപ്പിച്ചു എന്നുള്ളത് ഊഹാപോഹം അല്ലല്ലോ. അത് മുഖ്യമന്ത്രിക്ക് പറയാമല്ലോ. തൻ്റെ മന്ത്രിസഭയിലെ മന്ത്രി പറഞ്ഞത് ശരിയായില്ല. കാരണം അതൊരു ഷോക്കായിട്ടുള്ള മരണമാണ്, അതൊരു ക്രിമിനൽ കുറ്റമാണ്. അതിൽ ഇന്നലെ മന്ത്രി പറഞ്ഞത് ഇത് UDF അവർക്ക് ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു അവസരമാണ് എന്നുള്ളതാണ്. അത് ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞതൊക്കെ ഗോവിന്ദൻ മാഷെ അദ്ദേഹം രക്ഷപ്പെടുന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇന്ന് പാർട്ടിയുടെ മുഖപത്രത്തിൽ പ്രധാന വാർത്തയുടെ ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ നിന്നാണ്. അതായത് വളരെ ചെറിയ ഒരു ഹെഡിങ്ങിൽ വിദ്യാർത്ഥിയുടെ മരണം, കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. അപ്പോൾ അതിൽ CPM രാഷ്ട്രീയം കണ്ടിട്ടുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയം അവർക്ക് പരാജയമായിരുന്നു എന്ന് ഇന്ന് നമുക്ക് വ്യക്തമാകുന്നു. കാരണം ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടില്ല, LDFൻ്റേതായ പ്രതികരണം വന്നിട്ടില്ല, CPI ആണെങ്കിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് CPMനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിതെറ്റുന്നത് എന്നവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ UDFൻ്റെ സ്മൃതി പറഞ്ഞ പോലെ UDFൻ്റെ ആവേശം, UDFന് എന്താണ് ഇവിടെ ആവേശമുണ്ടത്? ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏത് വിഷയം വന്നാലും അത് ആ മത്സരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഏറ്റുപിടിക്കും. അത് കഴിഞ്ഞ ഒരു പൊതു തെരഞ്ഞെടുപ്പ് കാലത്തല്ലേ കൊച്ചിയിലെ ജിഷാവധം ഉണ്ടായത്? അന്ന് CPM ആ വിഷയം എത്ര കത്തിച്ച് നിർത്തി, അതുകൊണ്ട് അവർക്ക് നേട്ടം ഉണ്ടായില്ലേ? ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ നിലപാടിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു എന്നാണ് പറയുന്നത്. ശ്രീ വിജയരാഘവൻ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു എന്നായിരുന്നു ഇന്നലത്തെ CPMൻ്റെ പ്രതികരണം. ശ്രീ വിജയരാഘവൻ തിരുവനന്തപുരത്ത് അവരെ റോഡ് അടച്ചു കെട്ടി ഒരു പ്രതിഷേധ യോഗം നടത്തിയപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താണ്? ഒന്ന് റോഡ് അടച്ചു കെട്ടി എന്താ കുഴപ്പം? കാറിൽ പോകണമെന്ന നിർബന്ധം, വലിയ കാറ് വേണോ ചെറിയ കാറ് വേണോ, നടന്നു പോക്കണേ എന്നൊക്കെ ചോദിച്ച ഒരാളല്ലേ. അപ്പോൾ അവർക്ക് നിലപാടില്ല. ഇങ്ങനെ നിലപാടില്ലാത്ത ഒരു പാർട്ടി സമീപകാലത്ത് CPMന് സംഭവിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയമായ ഒരു ക്ഷതമാണ്. ജ്യോതികുമാർ ചാമക്കാരുടെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തി, അതൊരു പ്രതിഷേധം. ആ സമയത്ത് സ്വാഭാവികമായും പ്രതിപക്ഷം ഏറ്റെടുക്കുന്ന വിഷയം അതുവരെയും സമ്മതിക്കാം. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയായിരുന്നു? അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ല. പക്ഷെ അത് വാർത്തകളിൽ ഞാൻ കേട്ടു. അതായത് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അതെ അദ്ദേഹം പിൻവലിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാരണമുണ്ട്. ആ ഫോട്ടോയിൽ അദ്ദേഹം ചാരി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയിൽ ആ സമരവുമായി ബന്ധപ്പെടാത്ത 3-4 പേരുടെ ചിത്രം വന്നു. അപ്പോൾ അങ്ങനെ ആ ചിത്രം അതിൽ വരുന്നത് അത് ശരിയായില്ല, അത് ശരിയായ നടപടിയല്ല. അതൊരു പക്ഷേ അവർ അതിൽ പെടാത്ത ആളുകളാണ്, ആ സമരത്തിൽ പെടാത്തത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്.
അത് എനിക്ക് പോസ്റ്റ് കാണാൻ പറ്റിയില്ല. അപ്പം ഇനി അഥവാ തന്നെ ഇതിൽ UDF-നും രാഷ്ട്രീയമുണ്ട്, LDF-നും രാഷ്ട്രീയമുണ്ട്, BJP-ക്കും ഉണ്ടാകും, അൻവറിനും ഉണ്ടാകും. ഇവിടെ UDF രാഷ്ട്രീയം എന്തുകൊണ്ടാണ് ഇന്നലെ വിജയിച്ച് നിന്നത് എന്നതിൻ്റെ കാരണം LDF-നെ പറ്റിയ പരാജയം കൊണ്ടാണ്. അല്ലാണ്ട് UDF അവിടെ നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. LDF-നെ അവർ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയമായ ആയുധം അവർ തന്നെ ഒടിച്ചു കളഞ്ഞപ്പോൾ UDF-ന് നേട്ടമായി. അതായത് AK ശശീന്ദ്രൻ ഇന്നലെ പറഞ്ഞ കാര്യം പഴയ കാലത്തൊക്കെയാണ് സ്മൃതി നമുക്ക് പറയാം വളച്ചൊടിച്ചു എന്ന്. ഇന്നലെ ശശീന്ദ്രൻ പറഞ്ഞ കാര്യം ഇന്ന് അദ്ദേഹം നിഷേധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലേഖകർ വളച്ചൊടിച്ചെന്നാണ്. അപ്പോൾ ഇന്നലത്തെ അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹം പറഞ്ഞവിടെ കാണിച്ചു. ഇതൊക്കെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ. അദ്ദേഹം ഇന്നലെ പറഞ്ഞു മലപ്പുറത്ത് ആദ്യം പ്രകടനം നടത്തി, നിലമ്പൂരല്ലാന്ന്. അപ്പോൾ മലപ്പുറത്ത് ഇന്നലെ പ്രകടനം നടത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് എവിടെയോ പ്രകടനം നടത്തിയ, മലപ്പുറം ജില്ലയിൽ എവിടെയോ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇപ്പം ശശീന്ദ്രൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? ശശീന്ദ്രൻ ഒരു വളരെ പരിചയസമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണോ, അതോ ഇനി അദ്ദേഹം അറിയാണ്ട് പറഞ്ഞതാണെങ്കിൽ പാർട്ടി ഇടപെട്ട് പരസ്യമായി തിരുത്തണ്ടേ? ഇനി അദ്ദേഹം പറഞ്ഞതാണോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം ഗോവിന്ദ മാഷ് ഈ ബന്ധപ്പെട്ട വാർഡ് മെമ്പറുടെ, പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റൊക്കെ ഫോൺ പരിശോധിക്കണമെന്ന് പറഞ്ഞു. ആ പ്രതിയുടെ ഫോൺ പരിശോധിക്കണമെന്ന് പറഞ്ഞു. കാരണം ഈ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റും ഒക്കെ അവരുടെ ബന്ധമുള്ളവരാണ്. ആ വാർഡ് മെമ്പർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള ആളല്ല ഈ പ്രതി. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഗോവിന്ദ മാഷ് ഇന്നലെ വലിയ ആവേശത്തോടെ ആ കാര്യം പറഞ്ഞത് രാവിലെ? അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ കണ്ടതുമില്ല. അപ്പം മന്ത്രിക്കൊരു അബദ്ധം പറ്റാം. കാരണം മന്ത്രി പക്ഷേ അദ്ദേഹം ഒരു കൊച്ചു പാർട്ടിയുടെ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന നിലയ്ക്ക് തൻ്റേതായ ഒരു സഹായം ചെയ്യാമെന്ന് വിചാരിച്ചത് കാണും. ആ സഹായം ഇങ്ങനെ പുലിവാല് പിടിക്കുന്ന ശശീന്ദ്രൻ അറിഞ്ഞു കാണില്ല. അപ്പോൾ അദ്ദേഹം ഇന്നത് തിരുത്തിയത് നന്നായി. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മോശമായിട്ട് കിടക്കും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിലപാടുകളാണ്, വിഷയാധിഷ്ഠിത ശബ്ദങ്ങളാണ്. അതെന്തുകൊണ്ട് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ഇപ്പം നിലമ്പൂരിലെ സാധാരണഗതിയിലെ LDF അവിടെ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? അവരുടെ ഭരണ നേട്ടം, അവരുടെ ഭരണക്കോട്ടമാണ് ഈ പന്നിയെ കെണിവെച്ച് പിടിച്ചതിലേക്ക് ചെന്നെത്തിച്ചത്. അതുകൊണ്ടാണ് UDF നേതാക്കളുടെ സർക്കാർ സ്പോൺസേഡ് എന്ന് പറഞ്ഞത്. അതായത് ഇലക്ട്രിസിറ്റി മന്ത്രിയും അതുപോലെ വനം മന്ത്രിയും ഇന്നലെ പ്രസ്താവന നടത്തിയല്ലോ. ഈ രണ്ടുപേരുടെ പ്രസ്താവന വായിച്ചാൽ നമുക്ക് ഒരു ഉത്തരവും കിട്ടില്ല. ഇലക്ട്രിസിറ്റി മന്ത്രി പറഞ്ഞതൊക്കെ നോക്കാം എന്നുള്ളതാണ്. അവിടെ മരിച്ച കുട്ടിയുടെ ഒരു സഹോദരൻ്റെ അമ്മ, അതായത് കസിൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു, അവർ പറഞ്ഞു ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടെന്ന്. ഇതിൽ രാഷ്ട്രീയം നമ്മൾ കലർത്തിയത് എന്തിനാണെന്ന് ചോദ്യം വരുമ്പോൾ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് കാലത്ത് അറിയാതെ തന്നെ കലർന്നേക്കാം. അതെ, അവർ CPM പ്രവർത്തക മാത്രമല്ല, അവർ കൃത്യമായിട്ട് പറഞ്ഞു ഇന്നലെ. അവർ പറഞ്ഞല്ലോ ഇതിലിപ്പോൾ KSEB പറയുന്ന അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നാണ്. അല്ല, അതിപ്പോൾ ഇന്നലെ CPM-കാർ ഇന്നലെ വന്ന് പറഞ്ഞത് അതിന് തെളിവുണ്ടോ എന്നൊക്കെയല്ലേ ചോദിച്ചത്. ഞാൻ പറയട്ടെ സ്മൃതി, നമ്മളൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ അത് ധരിപ്പിക്കുക ചെയ്യുക ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ. ഇപ്പോൾ KSEB നമ്മൾ വിളിച്ചു പറയും, അല്ലെ വഴിയിൽ കാണുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു തിരിക്കും. അതൊക്കെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്തിന് ഈ സാധാരണക്കാരുടെ തലയ്ക്ക് മേക്കിട്ട് എന്തിനാ കയറുന്നത്? സാധാരണക്കാരെന്തു പിഴച്ചതിൽ? അയാളൊരു ക്രിമിനൽ നടപടി എടുത്തു, വൈദ്യുതി എടുത്തു. ആ വൈദ്യുതി കൊണ്ട് ഒരു കുട്ടി മരിച്ചു, ഒപ്പമുള്ള കുട്ടികൾക്ക് പരിക്കേറ്റു. അതിന് അയാളെ അറസ്റ്റ് ചെയ്ത ശേഷം അയാളുടെ രാഷ്ട്രീയം തരികയാണ്. അതാ ഞാൻ പറഞ്ഞത്. CPM-ന്റെ മുഖപത്രത്തിൻ്റെ പ്രധാന ഹെഡിങ് കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ നിന്നാ, കുട്ടി മരിച്ചതല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നാൽ ഇന്നതൊരു പറയുക ആർജവത്തോടെ അത് ശരി എന്ന് തെളിയിക്കാൻ നടക്കുക. അതല്ല, ഇന്നിപ്പോൾ ആരും മിണ്ടുന്നില്ല, മൗനം. പാർട്ടി സെക്രട്ടറിക്ക് മൗനം, മുഖ്യമന്ത്രിക്ക് മൗനം, കേരളീയനായ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് മൗനം, LDF കൺവീനർക്ക് മൗനം, സ്ഥാനാർത്ഥിക്ക് മൗനം. പിന്നെന്താണ്? എന്നിട്ട് UDF ചെയ്യും. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് കാര്യത്തിലും രാഷ്ട്രീയ കക്ഷികൾ ഇടപെടും. അതിലിപ്പോൾ UDF എന്നോ LDF എന്നോ വ്യത്യാസമില്ല. പക്ഷേ ഇടപെടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തന്ത്രം മെനയുമ്പോൾ ആ തന്ത്രം പരാജയപ്പെടരുത്. ഇവിടെ CPM-ന് അവരുടെ വിഷയാധിഷ്ഠിത നിലപാട് അമ്പേ പാളുകയും പരാജയപ്പെടുകയും അതിൻ്റെ നാണക്കേട് അവർക്കുണ്ടാവുകയും. അങ്ങനെയാണോ എന്നുള്ളത് ആർഷോ പറയണം. കാരണം ഇന്നലെ കോൺഗ്രസ്സുകാരൻ കൊന്നു എന്ന രൂപത്തിൽ ആവർത്തിച്ച് നേതാക്കൾ പറഞ്ഞെടുത്ത് ഇന്നിപ്പോൾ ആർഷോ അങ്ങനെ പറഞ്ഞതായി കേട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നത് ദോഷമാകുമെന്നൊരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തിയോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ കോൺഗ്രസ്സുകാരനാണ് കൊന്ന, അയാൾ കോൺഗ്രസ്സുകാരനാണെങ്കിൽ തന്നെ കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടൊരു കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. അങ്ങനെ ഒരു ചോദ്യം വരുന്നത് കൊണ്ടാണോ ഇന്ന് ആ വാദം ഒഴിവാക്കിയതും കൂടി അറിയണം. ആർഷോ, ഇന്നലെ ഒരു കോൺഗ്രസ്സുകാരൻ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ പ്രയോഗം അതിന്ന് തിരുത്തുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് സ്മൃതി, ഈ സംഭവം ഉണ്ടായി ഇതിൻ്റെ തുടർച്ചയിൽ
ഈ പറഞ്ഞ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ പരിസരവാസികൾ ഉൾപ്പെടെ ആ പ്രദേശവാസികൾ ഉൾപ്പെടെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളോട് ആണ് അദ്ദേഹം സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ളതും അവിടുത്തെ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി അംഗമാണെന്നും അതേപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ സന്തത സഹചാരിയാണെന്നും അതിനകത്ത് ഈ ഘട്ടത്തിലും ഒരു മാറ്റമില്ല. അയാൾ കോൺഗ്രസിന്റെ അതെ അല്ല അത് സ്വാഭാവികമായും അല്ല CPM നേതാക്കൾ അതിന്റെ തുടർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, തർക്കമില്ല. അയാൾ കോൺഗ്രസ്സുകാരനാണല്ലോ, കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി അംഗമാണല്ലോ, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉൾപ്പെടെ സജീവമായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പം അതിനകത്ത് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അയാൾ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാൾ ഒരു ക്രൈമിൽ ഉൾപ്പെട്ടാൽ പിറ്റേ ദിവസം കോൺഗ്രസ്സുകാരൻ അല്ലാതാകുന്നില്ലല്ലോ. അയാൾ കോൺഗ്രസ്സുകാരൻ തന്നെയായിട്ട് തുടരുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിനകത്ത് ഇതിനെ തെറ്റായി വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയും ഇതൊരു സർക്കാർ സ്പോൺസേർഡ് മർഡറാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പഞ്ചായത്തിന് വലിയ വീഴ്ച സംഭവിച്ച സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായ ഘട്ടത്തിലാണ് ഞങ്ങളെ പഞ്ചായത്തിലേക്ക് മാർച്ചും സമരവും തുറച്ചയിൽ എടുക്കുന്നൊരു നില ഉണ്ടായിട്ടുള്ളത്. അത് ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്ന നിലയുണ്ടാവും. ഇപ്പം ഇന്ന് പ്രതികരണം ഉണ്ടായില്ല എന്ന് സൂചിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യതയോട് പറയാനുള്ളത് പറഞ്ഞു വെക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്നും ഇന്നലെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കണം എന്ന് നിങ്ങൾക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ശ്രീകുമാർ എന്തുകൊണ്ട് ഇന്ന് പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് മന്ത്രി അടക്കം പ്രതികരണം മാറ്റുകയാണ്, നിലപാട് തിരുത്തുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട സ്മൃതി അല്ല അങ്ങേക്ക് എന്താ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം അതിന്റെ ഇടയിൽ എല്ലാവരോടും ചോദിച്ചല്ലോ, എനിക്ക് പറഞ്ഞു പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരോടും ചോദിച്ചല്ലോ. ഇല്ലല്ലോ, വേറെ ആരോടും ചോദിച്ചില്ലല്ലോ. അല്ല വേറെ ആരോടും ചോദിച്ചില്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. അപ്പോൾ ഈ നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് ഉദ്ദേശത്തോടുകൂടി ഇവർ ഇതിനെ സർക്കാർ സ്പോൺസേർഡ് മർഡറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിമിനൽ നടത്തിയിട്ടുള്ള കുറ്റകൃത്യത്തിൻ്റെ തുടർച്ചയിലുണ്ടായിട്ടുള്ള അപകടത്തെ സ്ഥാപിക്കാൻ ശ്രമിച്ചതിനകത്തുള്ള വിയോജിപ്പുകൾ ഞങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ശങ്കുട്ടി ദാസ് BJPയുടെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നിയമത്തിൽ വേറെ ഭേദഗതിയൊന്നും നടത്തേണ്ടതായിട്ടില്ല. ഇപ്പോൾ പന്നികളെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവൊന്ന് അതിൻ്റെ തുടർച്ചയിൽ സംസ്ഥാന സർക്കാർ ഓർഡർ ഇറക്കി ഉത്തരവിറക്കി വെടിവെക്കുന്നത്, അതുപോലെ ഈ പറഞ്ഞ പോലെ മറ്റ് വന്യജീവികളെ ആകെ വെടിവെച്ച് കളയുക, അല്ലാതെ ഞങ്ങളിപ്പോൾ ഇതിനകത്ത് ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പറഞ്ഞത് അങ്ങനെ മൃഗങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന നിലയിലേക്ക് നിയമത്തിനകത്ത് ഭേദഗതി വരുത്താൻ വേണ്ടി കഴിയില്ല. കാരണം അതിൽ പല മൃഗങ്ങളെയും ചില ആളുകൾ ദൈവങ്ങളായി ആരാധിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട്, അവർക്ക് പ്രയാസം ഉണ്ടാകുമെന്ന് കേരളത്തിൽ നിന്നുള്ള ഈ പറഞ്ഞ പോലെ കേന്ദ്ര സഹമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്ന നിലയുണ്ടായി. എന്താ നിലനിൽക്കുന്ന വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി? നമുക്കറിയാം, നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു നിയമമാണ്. കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണം ആ നിയമവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. ഒരു വന്യജീവി, ഇപ്പോൾ ഒരു കടുവയോ ഒരു പുലിയോ നാട്ടിലേക്ക് ഇറങ്ങിയാൽ എന്താണ് ആ വന്യജീവി നിയമപ്രകാരം ആ കടുവയോ പുലിയോ പിടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കിയാൽ ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്താ? ആദ്യം ഒരു 6 അംഗ സംഘം രൂപീകരിച്ച് 6 അംഗ സമിതിയുടെ യോഗം ചേരണം. ഈ പറഞ്ഞ പോലെ ടൈഗർ റിസർവ് അതോറിറ്റിയുടെ പ്രതിനിധി, DFO, ഒരു മൃഗ ഡോക്ടർ, പഞ്ചായത്തിന് NGOയുടെ പ്രതിനിധി, അങ്ങനെ അടക്കമുള്ള ഒരു 6 അംഗ സമിതി രൂപീകരിക്കണം. ആ സമിതി യോഗം ചേരണം. ആ സമിതി യോഗം ചേർന്ന് ഈ പറഞ്ഞ ഇതേ കടുവ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് ആക്രമണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ക്യാമറ ഉപയോഗിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ശേഷം കെണിയൊരുക്കണം. കെണിയൊരുക്കി പരമാവധി കടുവയോ പുലിയോ കെണിയിൽ വീഴുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ശ്രമം നടത്തണം. ഇനി കെണിയിൽ ഒരു കാരണവശാലും വീഴുന്നില്ലെങ്കിൽ മാത്രം മയക്കുവെടി വെക്കണം.
ഇനി മയക്കുവെടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കടുവയ്ക്കോ പുലിക്കോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധന നടത്തണം. എന്നിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൃഗശാലയിലാക്കണം. ആരോഗ്യ പ്രശ്നം ഇല്ല എങ്കിൽ മയക്കുവെടി വെച്ച കടുവയെ റേഡിയോ കോളർ ധരിപ്പിച്ച് വനത്തിൽ തന്നെ തിരിച്ചുപേക്ഷിക്കണം. ജനവാസ മേഖലയിലേക്ക് ഒരു കടുവ അതിനെ വെടിവെച്ച് പറയട്ടെ ആ കാട്ടുപന്നിയുടെ കാര്യത്തിനകത്ത് എങ്ങനെ മാറ്റുണ്ടാകുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇടപെടലുണ്ടായി. ആ ഇടപെടലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് അതിന്റെ തുടർച്ചയിൽ ഓർഡർ ഇറക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ വെടിവെച്ച് കൊല്ലുന്നുണ്ടല്ലോ. ജനവാസ മേഖലയിൽ ഇറങ്ങി ഉപദ്രവിക്കുന്ന കാട്ടുപന്നി വെടിവെച്ച് കൊല്ലുന്നില്ലേ? ഇനി പറയട്ടെ, അത് അധികാരം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് എങ്ങനെയാ? ഇവിടെ നിയമ ഭേദഗതി ഉണ്ടായതിന്റെ ഭാഗമായിട്ടല്ല ജുഡീഷ്യറിയുടെ ഇടപെടലുണ്ടായി. അതിന്റെ തുടർച്ചയിൽ ജുഡീഷ്യറിയുടെ ഇടപെടലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് അതിനകത്ത് ഒരു അഡീഷണൽ ഓർഡർ ഇറക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനി ഇവിടെ പോട്ടെ, ഒരു കടുവയോ പുലിയോ നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കഴിയോ? പറ്റില്ല. അതിന് മുൻപ് ഉറപ്പുവരുത്തണം ഇത് ഒന്നിലധികം മനുഷ്യരെ ആക്രമിച്ചിട്ടുണ്ട്, കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിലനിൽക്കുന്ന നിയമപ്രകാരം അതിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കഴിയൂ. ഇനിയിപ്പോൾ ആനയാണെങ്കിലും ഇതന്നെ സ്ഥിതി. ഈ നിലയിൽ അപരിഷ്കൃതമായ മനുഷ്യത്വ വിരുദ്ധമായി കേന്ദ്ര നിയമം അവിടെ നിലനിൽക്കുകയാണ്. ആ നിയമത്തിനകത്ത് മാറ്റം ഉണ്ടാക്കണം, അതിനകത്തൊരു തർക്കമില്ല. അത് നിലവിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനൊരു കുടിയേറ്റ മേഖലക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രതിസന്ധി എല്ലാ കാലഘട്ടത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മുടെയൊക്കെ പ്രദേശത്തേക്ക് വീട്ടുമുറ്റത്തേക്ക് ഉൾപ്പെടെ ഈ വന്യജീവികൾ ഇറങ്ങുന്നതിൻ്റെ പ്രതിസന്ധിയുള്ള മനുഷ്യരാണ്. അപ്പോൾ ഇതിനകത്ത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതിനകത്ത് ഒരു തർക്കമില്ല. ഇത് വാരിക്കുഴികൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ സോളാർ ഇലക്ട്രിക് മതിൽ കെട്ടിയത് കൊണ്ട് മാത്രം ഇതിനകത്ത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര നിയമത്തിനകത്ത് ഭേദഗതി ഉണ്ടാകണം. കേന്ദ്രം നൽകിയ ഫണ്ട് ലാപ്സായി എന്ന ആരോപണത്തിൽ മറുപടിയുണ്ടോ? കേന്ദ്രം നൽകിയ ഫണ്ട് ലാപ്സായി എന്നുള്ള ആരോപണത്തിൽ മറുപടിയുണ്ടോ? BJP ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം അതാണ്. അല്ല, ഇതിനകത്ത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട ഫണ്ട് നൽകുന്നതിന് വേണ്ടി പോലും ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടി ഈ കാലയളവിനകത്ത് നിരവധിയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് പല ആവർത്തി ഇപ്പോൾ എത്രയോ കത്തിടപാട് നടത്തി, എത്രയോ വട്ടം ഇതൊരു പ്രത്യേക സാഹചര്യമായി പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ പാക്കേജ് ഉണ്ടാകണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പാക്കേജ് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുക്കല്ല എന്ന് ആവർത്തിച്ച് കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ നിലമ്പൂർ നിയോജക മണ്ഡലത്തിനകത്ത് മാത്രം എടുത്ത് നോക്കിയോ, എത്ര കിലോമീറ്ററുകളോളം ഈ പറഞ്ഞ പോലെ വിവിധ സോളാർ ഉപയോഗപ്പെടുത്തി സൗരോർജ്ജം ഉപയോഗപ്പെടുത്തിയാണെങ്കിലും മറ്റു നിലയിലും ഉൾപ്പെടെ ഈ വന്യജീവികൾ ഈ മനുഷ്യ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. ഇത് പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തിയിട്ടില്ല. അത് പൂർണ്ണാർത്ഥത്തിലേക്ക് വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഒന്ന് വിളിച്ചാൽ വരാൻ പോലും ഉദ്യോഗസ്ഥരില്ല, ജീവനക്കാരില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ പോലും കാശില്ല എന്ന് പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞ സാഹചര്യമുണ്ട്. അതും ഒരു വിഷയമായി അവിടെ നിൽക്കുകയാണ്. ശങ്കുട്ടിദാസ് മറുപടി നൽകാം. ഇപ്പോൾ ആർഷോ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ അനുമതി എത്രത്തോളം നൂലാമാലകളുള്ളതാണെന്ന് ആർഷോ വിശദീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിലമ്പൂരിൽ ദൗർബല്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ദൗർബല്യമുള്ള ഒരിടത്ത് അങ്ങനെ കാര്യമായ കാര്യങ്ങളൊന്നും പറയാതെ വന്നും പോയി ഒന്നും ജസ്റ്റ് പോയി വരിക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ BJP അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിന് രണ്ടാമത് മറുപടി പറയാം. ആദ്യം ആർഷോ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. പണ്ടത്തെ ഒരു തമാശയുണ്ടല്ലോ, പശുവിനെ പറ്റി 10 കാര്യം പറയാൻ പറഞ്ഞാൽ പശുവിനെ കൊണ്ട് തെങ്ങിൽ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി 11 കാര്യം പറയുന്നത്. അതൊരു തമാശയല്ല, അതൊരു രാഷ്ട്രീയ പ്രയോഗമാണെന്ന് എനിക്ക് ആർഷോയുടെ അവതരണം കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതായത് കേരളം ക്ഷുദ്രജീവി പട്ടികയിൽ പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത് പുലിയല്ല, കാട്ടുപന്നിയാണ്. എന്തുകൊണ്ട് കാട്ടുപന്നിയെ പറയുന്ന ക്ഷുദ്രജീവി പട്ടികയിൽ പെടുത്തേണ്ടതില്ല എന്നാണ് ഇന്ന് കേന്ദ്രമന്ത്രി വിശദീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തത്. അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ എന്തുകൊണ്ട് ക്ഷുദ്രജീവി പട്ടികയിൽ സെക്ഷൻ 62 പ്രകാരം വെർമിനായിട്ട് കാട്ടുപന്നിയെ പ്രഖ്യാപിക്കേണ്ടതില്ല, അതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രൊവിഷൻസ് എന്താണെന്നാണ് ഞാൻ വിശദീകരിച്ചത്. ഇതിന് മറുപടിയായിട്ട് ആർഷോ പറയുന്നതാവട്ടെ മുഴുവൻ പുലിയുടെ കാര്യവുമാണ് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ വാദം? ഈ പുലിയെയും കാട്ടുപന്നിയെ പോലെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നാണോ? ഒരു പുലി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ നമ്മളിപ്പോൾ കാട്ടുപന്നിയുടെ കാര്യത്തിൽ ചെയ്യുന്നത് പോലെ നിർബാധം വേട്ടയാടാനും കൊന്നുകളയാനും മാംസം വിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നാണോ? നമുക്ക് കാട്ടുപന്നി അതിൻ്റെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് പെരുകിയിട്ട് മനുഷ്യർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. അതല്ല കടുവയുടെ കാര്യം. കടുവ നമ്മുടെ ദേശീയ മൃഗമായതുപോലും അത് എൻഡേഞ്ചേർഡ് ആയതുകൊണ്ട് അതിന് പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. IUCN റെഡ് ലിസ്റ്റിൽ പെടുന്ന ലോകം മുഴുവൻ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ് കടുവ എന്ന് പറയുന്നത്.
എന്നുള്ളത്. ഇന്ത്യയിൽ എന്താണ് ഇന്നത്തെ അവസ്ഥ പ്രകാരം 3267 കടുവകൾ മാത്രമേ ആകെ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി 53 ടൈഗർ സാങ്ച്വറികൾ നടത്തുന്ന രാജ്യമാണിത്. ആ രാജ്യത്ത് കടുവയെ നമുക്ക് ഈ പറയുന്ന വെർമിൻ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുമോ? ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ കടുവ വന്നു കഴിഞ്ഞാൽ കാട്ടുപന്നിയെ വെടിവെക്കുന്നത് പോലെ എല്ലാവർക്കും വെടിവെക്കാനുള്ള അനുമതി കൊടുക്കാൻ പറ്റുമോ? കടുവയെയും ഈ പറയുന്ന ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കണമെന്നാണോ അദ്ദേഹത്തിന്റെ വാദം? കാട്ടുപന്നിയാണെങ്കിൽ കാട്ടുപന്നി അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അതിനിവിടെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുണ്ട്, ഹൈക്കോടതിയുടെ വിധിയുണ്ട്, നിയമത്തിലെ പ്രൊവിഷൻ ഉണ്ട്. ഈ പ്രൊവിഷനൊക്കെ പറഞ്ഞ് ഞാൻ വിശദീകരിച്ചതിന് ശേഷവും അദ്ദേഹം ഈ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി രണ്ടാമത്തെ നിങ്ങളുടെ ഒരു വിഷയം കൂടി ഞാൻ പറയട്ടെ. ഈ പറയുന്ന ലീതൽ മെത്തേഡ്സ് അല്ലാണ്ട് നോൺ ലീതൽ മെത്തേഡ്സിനെ പറ്റിയിട്ടും ഈ നിയമം പറയുന്നുണ്ടല്ലോ. ഒരു ജീവിയെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ജീവിയെ പ്രതിരോധിക്കാൻ കൊല്ലുകയല്ലാതെ ചെയ്യാവുന്ന മാർഗ്ഗങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രിക് ഫെൻസിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, സൗണ്ട് ക്രാക്കേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, പടക്കങ്ങൾ പൊട്ടിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ എങ്ങനെയാണ് ഇവർ വിനിയോഗിച്ചതെന്ന് ശ്രീമതി സ്മൃതി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഫണ്ടുകൾ തരുന്നേ ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാം എൻ്റെ പരിമിതമായിട്ടുള്ള സമയത്തിൽ. അതായത് പ്രോജക്റ്റ് എലിഫന്റ് പ്രകാരം ആന ഇറങ്ങുന്ന മാർഗ്ഗങ്ങളിൽ ഇലക്ട്രിഫിക്കേഷന്റെ മുഴുവൻ ചെലവും വഹിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. പ്രോജക്റ്റ് ടൈഗർ പ്രകാരം കടുവ ഇറങ്ങുന്ന മേഖലകളിലെ ഇലക്ട്രിക് ഫെൻസിങ്ങിന്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ക്യാമ്പ പ്രോജക്റ്റ് പ്രകാരം ഇലക്ട്രിക് ഫെൻസിന്റെ 60% കേന്ദ്രം വഹിക്കുന്ന പദ്ധതിയുണ്ട്. ഈ പദ്ധതി പ്രകാരം കഴിഞ്ഞ വർഷങ്ങളിൽ തന്നിട്ടുള്ള ഫണ്ടും ഉപയോഗിച്ച ഫണ്ടും മാത്രം 3 വർഷങ്ങളിലെ മാത്രം പറയാം. 2021-22 16.8 കോടി രൂപ ഇലക്ട്രിക് ഫെൻസിങ്ങിന് വേണ്ടി തന്നു കേന്ദ്രം. 16 കോടി മാത്രമാണ് സംസ്ഥാനം ഉപയോഗിച്ചത്. പകുതി ഫണ്ട് ലാപ്സായി പോയി. 2022-23 കാലഘട്ടത്തിൽ 8.50 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് വിതരണം ചെയ്തു. 5.72 കോടി രൂപ മാത്രമാണ് ഉപയോഗിച്ചത്. ബാക്കി പൈസ ഉപയോഗിക്കാതെ പോയി. 2023-24 5 കോടി രൂപ വിതരണം ചെയ്തു. 2.41 കോടി രൂപ മാത്രമാണ് ഉപയോഗിച്ചത്. എനിക്ക് അഷ്റഫിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ടാണ് ഈ നിങ്ങളുടെ പാർട്ടിയുടെ ദൗർബല്യത്തെ കുറിച്ച് കൂടി ഒരു വരി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഷ്റഫിലേക്ക് പോവാം. ശരി, യാതൊരു ദൗർബല്യമില്ല. അവിടെ രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വന്നത്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ശ്രീ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് വന്നത്. ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്ന് അവിടെ ശ്രീ കെ സുരേന്ദ്രൻ ഉണ്ട്, നാളെ വി മുരളീധരൻ വരുന്നുണ്ട്, ജോർജ് കുര്യൻ വരുന്നുണ്ട്, പത്മജ വേണുഗോപാൽ, അനൂപ് ആന്റണി, അങ്ങനെ സംസ്ഥാന നേതാക്കളല്ല. നിലമ്പൂരിൽ ദൗർബല്യമുണ്ട്, അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന BJP സംസ്ഥാന പ്രസിഡന്റാണ്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. വരുന്ന നേതാക്കളുടെ പേരും എണ്ണവും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ള കാര്യമാണല്ലോ. ആത്മവിശ്വാസം സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒത്തുകളിയുണ്ട് എന്നൊരു ആരോപണം അപ്പുറത്ത് ഉയരുന്നുണ്ട്. അത് കെ മുരളീധരൻ പറയുന്നു. ഞാൻ സമയക്കുറവുള്ളതുകൊണ്ടെന്ന് അഷ്റഫ് അലി. അഷ്റഫ് അലി, ഇപ്പോൾ ഈ വന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരെ നിങ്ങൾക്ക് വിമർശനങ്ങളില്ല, പ്രതിപക്ഷത്തിന് സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമാണ് വിമർശനം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. മറുപടി? അല്ല, വനം നിയമം മാത്രമായി അത് പരിഷ്കരിക്കണം, ആധുനികമായി പരിഷ്കരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്ന് പറയുന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. അതിൽ കേന്ദ്രം എടുക്കുന്ന നയസമീപനങ്ങൾ കുറച്ചുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലാക്കണം, വേഗത്തിലാക്കണമെന്നാണ് എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളത് കേന്ദ്രത്തിൻ്റെ നയത്തോട് ശക്തമായി വിയോജിക്കുന്നവരാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ വീണ്ടും CPM പ്രതിനിധി പറയുന്നു അവിടെ പിടിക്കപ്പെട്ട മുഖ്യപ്രതി കോൺഗ്രസ്സുകാരനാണെന്ന്. ആ വാദഗതി CPM തന്നെ ഉപേക്ഷിച്ചിട്ടും ഇപ്പോഴും അതിൽ തൂങ്ങി നടക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് CPM-ന്റെ ബാഡ്ജ് കുത്തി അവിടെ നടന്ന ആളാണെന്നുള്ളത് ആ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. കള്ളവാറ്റും മൃഗവേട്ടയും ഒക്കെയായി ആ നാട്ടിലെ ജനങ്ങൾക്കൊരു ഭീഷണിയായി നിൽക്കുന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതിലാണ് ആ നാട്ടിലെ ആൾക്ക് സമാധാനമുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത്, ഒരു ദാരുണമായ സംഭവം ഉണ്ടായല്ലോ. കേരള സർക്കാർ എന്ത് നടപടി ഈ സമയം വരെ എടുത്തു? അത് പരിശോധിക്കേണ്ടതില്ലേ? ഇതുപോലെ വൈദ്യുതി കമ്പിയിൽ നിന്നും ഇങ്ങനെ പെട്ടെന്ന് വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ സ്വന്തമായി വെള്ളത്തിലേക്ക് മറ്റുമൊക്കെയായി പന്നികളെ പിടിക്കാനുള്ള ഒരവസരം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി KSEB ഒരു നടപടിയും എടുത്തിട്ടില്ല. KSEBിൻ്റെ ആളുകൾ പോയി അവിടെ സന്ദർശിച്ചിട്ട് പോലുമില്ല. മറ്റൊന്നുള്ളത്, ഇവിടെ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞു. CPM ഇന്ന് പഞ്ചായത്തിലേക്ക് ഓഫീസ് മാർച്ച് നടത്തി. ആ പഞ്ചായത്ത് 129 പന്നികളെ ഇവിടെ വെടിവെച്ച് കൊന്ന പഞ്ചായത്താണ്. ഈ വാർഡിൽ മാത്രം 24 പന്നികൾ വെടിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എല്ലാ ഷൂട്ടർമാരുടെ കയ്യിൽ നിന്നും ലൈസൻസുള്ള തോക്കുകൾ കലക്ടറുടെ അടുത്തേക്ക് സറണ്ടർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത് തെരഞ്ഞെടുപ്പായതിനാൽ. ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. അടിയന്തരമായി ആ കുടുംബത്തിന്
കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറുണ്ടോ? ഇതുപോലെ വൈദ്യുതിയിൽ നിന്നും കമ്പിയിൽ നിന്നും വൈദ്യുതി എടുത്തുകൊണ്ട് പന്നി ഉൾപ്പെടെയുള്ള ആളുകളെ മൃഗവേട്ട നടത്തുന്നതിനെതിരെ നടപടിയെടുക്കാൻ അത് എവിടെയെല്ലാം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എടുത്തുകൊണ്ട് നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? യഥാർത്ഥമായ രീതിയിൽ ജനങ്ങളെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടാൻ തയ്യാറുണ്ടോ? ഇതാണ് ജനം ചോദിക്കുന്നത്. അതിനോട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കുമ്പോൾ പോലും CPM-നോ മന്ത്രിസഭക്കോ യഥാർത്ഥമായ രീതിയിൽ ഒരു പ്രതികരണം നടത്താനോ ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കാനോ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മൗനത്തിൽ നിന്നുൾപ്പെടെ CPM മന്ത്രിമാരുടെ മൗനത്തിൽ നിന്നുൾപ്പെടെ LDF നേതാക്കന്മാരുടെ മൗനത്തിൽ ഉൾപ്പെടെ മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ജനങ്ങൾ എന്തോ ആവട്ടെ. വിജയരാഘവന്റേതായി വന്ന വാചകങ്ങളാണ് അവിടെ. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചുമതല അദ്ദേഹത്തിനാണല്ലോ, അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ്. കൈപ്പത്തിയാണ് അടയാളം, പന്നിക്കണിയല്ല. മൃഗീയ ചോദനകളല്ല ഉയർത്തിപ്പിടിക്കേണ്ടത്. പ്രതിയെ പിടിച്ചില്ലെങ്കിൽ എന്താകുമായിരുന്ന സ്ഥിതി? അവിടെ ഒരു കലാപം ഉണ്ടാക്കിയേനെ UDF. കച്ചവടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരില്ല, പന്നിക്കണി വെച്ചതിന് പിന്നിൽ പിണറായി ഉത്തരവാദിയാണോ? ഇതൊക്കെ എന്ത് തരം വാചകങ്ങളാണ്? പാർട്ടിയുടെ നിലപാട് തന്നെയാണോ? ധാരാളമായി സഭ്യതരമായ എന്തെങ്കിലും പറയാനുള്ളത് സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടില്ല. സഭ്യതരമായ എന്തെങ്കിലും അല്ല, പന്നി ഇറച്ചി കച്ചവടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ല എന്നൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഉറപ്പ് പറയുന്നതെന്നേ? എവിടെയൊക്കെ ഉണ്ടാകും? ഏതൊക്കെ തട്ടിപ്പുകാരുണ്ടാകും? ഇങ്ങനെ ഈ തരത്തിൽ വൈദ്യുതി വലിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾ എത്ര പാർട്ടിക്കാരുണ്ടാകും? ഇത് കമ്മ്യൂണിസ്റ്റ്, ഇത് കോൺഗ്രസ്സുകാർ മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേകതരം കച്ചവടം എന്ന രൂപത്തിലാണോ അതിനെ കാണുന്നത്? തിരഞ്ഞെടുപ്പ് ചുമതലയാണേ. എന്തായാലും അത്തരം കച്ചവടത്തിൽ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള അനുഭവമല്ലേ ഈ പറഞ്ഞ പോലെ ഈ സമാനമാവിധം കെണി വെച്ച് പന്നിയെ പിടിച്ച് വിൽപ്പന നടത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സ്മൃതിക്ക് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഞാനേതായാലും അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നില്ല ആർഷോ. ഏതായാലും ആ വാദമാണോ ഉയർത്തേണ്ടത്? ആ വാദമാണോ ഉയർത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഇന്ന് തന്നെ നേതാക്കൾക്ക് അക്കാര്യത്തിൽ ഞാൻ വിജയരാഘവനെ മാറ്റുന്നു. ബാക്കി എല്ലാ നേതാക്കൾക്കും ആ കാര്യത്തിൽ ഒരു പുനരാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം ഇന്നത്തെ പ്രതികരണം മനസ്സിലാക്കാൻ. ഏതായാലും CPI ഈ പ്രതികരണങ്ങളെ ഒന്നും അംഗീകരിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി അവിടെ നിൽക്കുന്നു. നിങ്ങൾ ഇതിനകത്ത് വിഷയം എവിടെ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി സമയം കഴിഞ്ഞുകൊണ്ടാണ്. നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. നിലമ്പൂരല്ലേ. വളരെ നന്ദി ശ്രീ PM മാർഷോ, TP അഷ്റഫ് അലി, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, N ശ്രീകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.